ഹലോ മടിപ്ലാൻ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ റൂട്ട് സ്റ്റോറി. റൂട്ട് സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ഫെലനോപ്സ് ഓർക്കിഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓർക്കിഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഫെലനോപ്സ് ഓർക്കിഡ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. സോ അതിൻ്റെ തന്നെ ഒരു ചെറിയ അപ്ഡേഷനും ഈ വീഡിയോയിലുണ്ട്. സോ ഈ കാണുന്ന പ്ലാന്റാണ് ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പ്ലാൻ ചെയ്തത്. അന്ന് ഫ്ലവറൊന്നും ഇല്ലായിരുന്നു, ബട്ട് ഇപ്പോൾ അതിൽ നല്ലൊരു ഫ്ലവർ വന്നിട്ടുണ്ട്. കുറേ നാളായി ഇത് വിരിഞ്ഞിട്ട്, ഇപ്പോൾ ഒരു മാസത്തോളമായി ഈ പൂ ഇങ്ങനെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫെലനോപ്സ് ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. കുറേ പേര് പറയുന്നു ഓർക്കിഡ് ഫ്ലവർ ചെയ്യും കൊഴിഞ്ഞു പോകുന്നു. സോ എനിക്കും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഓർക്കിഡ്സിൽ തന്നെ അത്യാവശ്യം നല്ല വലിയ ഫ്ലവേഴ്സും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി ഓർക്കിഡാണ് ഫെലനോപ്സ് എന്ന് പറയുന്ന ഓർക്കിഡ്, അഥവാ മോത്ത് ഓർക്കിഡ്സ് എന്നും ഇതിന് പേരുണ്ട്. സോ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഓർക്കിഡാണ്, എങ്കിലും നമുക്ക് വളർത്താൻ വളരെ ഈസിയാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്കിത് കെയർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ പലരും പറയും ഭയങ്കര പാടൊക്കെയാണ് വളർത്താനെന്ന്, പക്ഷേ വളരെ ഈസി ആയിട്ട് മറ്റു ഓർക്കിഡ്സിൽ നിന്ന് അപേക്ഷിച്ച് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കിതിനെ ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയും കൂടെയാണ് ഫെലനോപ്സ്. പിന്നെ ഈ ഒരു ഓർക്കിഡ്സിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലവർ വിരിഞ്ഞാൽ ഒരു 6-5 മാസത്തോളം തന്നെ ലാസ്റ്റ് ചെയ്യും. 5-6 മാസം ഈ ഫ്ലവർ ഇതുപോലെ ലാസ്റ്റ് ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ. സോ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കെയറിങ് കൂടെ അതിന് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിന് നാളെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വിരിഞ്ഞ് ഫ്ലവർ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. സോ നമ്മൾ അതിന് ഫ്ലവറിൽ കുറച്ച് കെയറിങ് ഒക്കെ ചെയ്ത് ഇൻസെക്ട്സ് ഒന്നും ആക്രമിക്കാതെ നോക്കിയാൽ ഫ്ലവർ അത്യാവശ്യം ഒരു 5-6 മാസം തന്നെ ലാസ്റ്റ് ചെയ്യും. സോ ഇന്നിപ്പം ഫ്ലവർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും അപ്പോൾ ഫെലനോപ്സ് ഓർക്കിഡ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു സെയിം പ്ലാന്റാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല, സെയിം ചെടിയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് കണ്ടില്ലേ, ഫ്ലവർ ചെയ്ത് നിൽക്കുക, നല്ല ഒരു പീച്ച് കളർ ഫ്ലവർ ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം ഇതാ ഇവിടെ നിന്ന് ഫ്ലവർ ഒന്ന് തുടങ്ങിയതാണ്, ഇതാ ഇത്രയും ലെങ്തിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫെലനോപ്സ് ഓർക്കിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്പൈക്ക്, ഈ ഒരു ഫ്ലവർ സ്പൈക്ക് വന്നാൽ ഇതിൽ നിന്ന് തന്നെ വീണ്ടും സ്പൈക്കുകൾ എന്ന് വെച്ചാൽ മൾട്ടി സ്പൈക്കും വീണ്ടും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റു ഓർക്കിഡ് പോലെ നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഈ ഫെലനോപ്സിൻ്റെ തന്നെ ചെറിയ ചെറിയ തൈകൾ കിക്കീസും ഈ ഒരു സ്പൈക്കിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. സോ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. അപ്പം തൈകൾ ഉണ്ടായി വരാൻ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോഴൊക്കെ മാത്രമേ നമുക്ക് തൈകൾ അങ്ങനെ ലേസറും ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ഓർക്കിഡ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു ഓർക്കിഡ് ഫ്ലവർ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. നമുക്ക് പൊതുവേ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർക്കിഡ് ഫ്ലവർ വിരിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം ഒരുപാട് നാൾ ഈ ഒരു ഫ്ലവർ കണ്ടിന്യൂസ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് അത്യാവശ്യം ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള ഒരു ഓർക്കിഡാണ്. സോ നമുക്ക് അത്യാവശ്യം ഫ്ലവർ വിരിഞ്ഞാൽ തന്നെ നമുക്ക് അധികം ലൈറ്റ് കിട്ടാത്ത രീതിയിൽ, ലൈറ്റ് എന്ന് വെച്ചാൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫ്ലവറിൽ വെള്ളം വീരാനോ അധികം നമ്മൾ തൊടാനോ പാടില്ല. ഫ്ലവറിൽ ഒരുപാട് നമ്മൾ തൊടുവാണെങ്കിൽ ഈ ഒരു ഫ്ലവർ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വളങ്ങൾ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഫ്ലവറിൽ വളങ്ങൾ വീരാൻ രീതിയിൽ തന്നെ കൊടുക്കുക. ഫ്ലവറിൽ എന്തെങ്കിലും കെമിക്കൽ വളങ്ങൾ വീണാൽ പെട്ടെന്ന് തന്നെ നശിച്ച് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ ഫ്ലവറിൽ നമ്മൾ എന്തെങ്കിലും ഇൻസെക്ട്സോ അങ്ങനെ വല്ലതും ആക്രമിക്കുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അങ്ങനെ വല്ല ഇൻസെക്ട്സ് വന്ന ഈ ഫ്ലവറിൻ്റെ ഫ്ലവർ പെട്ടെന്ന് തന്നെ നശിച്ചു. പിന്നെ ഈ ഒരു ഓർക്കിഡ് ഫ്ലവർ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡോറൊക്കെ ആയിട്ട് വേണമെങ്കിൽ വെക്കാം. നമ്മളൊരു വിൻഡോ ഷെയ്ഡിൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ നല്ല രസമാണ്, നന്നായിട്ട് ഈ ഫ്ലവർ നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഒന്നും അങ്ങനെ കൊഴിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഇതുപോലത്തെ നല്ല നല്ല മനോഹരമായ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഗാർഡനിൽ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.